ഹായ് അസ്സലാമു അലൈക്കും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പ്ലം കേക്കിന് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണിട്ടത് കാരമലൈസ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര ഉരുകി വരും. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉരുകി വരുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പാത്രം വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്പാച്ചില വെച്ചിട്ട് ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഒന്ന് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ ആ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ പഞ്ചസാര കട്ടിയായി പോകും. കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവരുത്. കാരണം കൂടുതൽ ഡാർക്ക് ആയി കഴിഞ്ഞാൽ ഇത് കയ്പ്പ് രസം വരും. ഇതിലുള്ള പഞ്ചസാര നന്നായിട്ട് തന്നെ ഉരുക്കി കുറച്ച് തിക്കായിട്ട് കിട്ടണം. അതിനുശേഷം ഈ പാത്രത്തിൽ 1/4 കപ്പ് വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആവശ്യമുണ്ട്. അത് വെള്ളം ചേർക്കാതെ വേണ്ട ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ കുരു ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഒരു പാത്രത്തിലോട്ട് ഈ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം, കാഷ്യൂ, 2 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, റൈസിൻസ് ഇതെല്ലാം കൂടി 1 കപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ കിടന്നിട്ട് നല്ലോണം ഡ്രൈ ആയി കിട്ടണം. അതുവരെ മിക്സാക്കി എടുക്കുക. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഇതിലേക്ക് ഓറഞ്ച് പീൽസ് ചേർത്ത് കൊടുക്കണം. അതായത് ഓറഞ്ചിൻ്റെ പുറമേയുള്ള യെല്ലോ പോർഷൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ. ആ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് അതിൽ ആ വെള്ള കൂടരുത്. കാരണം ഇതിലേക്ക് കയ്പ്പ് രസം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് കറുവപ്പട്ട, ജാതിക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം കൂടി കൂട്ടി ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇട്ടത്. അത് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫ്ലോറൊക്കെ ഒന്ന് റെഡിയാക്കണം. 1.5 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ശേഷം നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. മിക്സിയിലും ചെയ്യാട്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ 3 കോഴിമുട്ടയും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സോക്കിങ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ഈ ഒരു മിക്സിലോട്ട് കുറച്ച് ഫ്ലോർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നന്നായിട്ട് മിക്സായിട്ട് ശേഷം ഫ്ലോർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും കൂടെ ആണ് ചെയ്യുന്നത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്ലോർ, അങ്ങനെ രണ്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഈ സമയത്ത് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാനുള്ള കേക്ക് ടിന്നൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം.
അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അടിയിൽ ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം മൈദ തൂവി കൊടുത്തതാണ്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ, ചെറി, റൈസിൻസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായി കിടക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ട് വേണ്ട നമ്മൾ ഈ ബാറ്ററി ഇറക്കി വെക്കാൻ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 3/4 മണിക്കൂറോളം ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ എനിക്കിപ്പോൾ ഇത് കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ അത് ആയി കിട്ടാൻ. പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു പ്ലം കേക്ക് എടുത്തിട്ടുള്ളത്. പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി അന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കരുത്. പിറ്റേ ദിവസം വേണിട്ടത് കട്ടാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ നല്ല സോഫ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.